ഉറങ്ങിയോടാ? ഇല്ലടാ, നീയോ? നിന്റെ പതിവ് കിട്ടാതെ ഞാൻ ഉറങ്ങോ? വേഗം താ പെണ്ണെ. പ്രിയപ്പെട്ട ചക്കരയ്ക്ക് ഉമ്മ. ആ വന്നോ? എങ്ങനെയുണ്ട്? സ്പീഡിൽ വരട്ടെ. അയ്യോ, എനിക്ക് പേടിയാ. തന്നെ വരട്ടെ വരട്ടെ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഡാ, നീ ഇത് തമാശക്ക് പോലെ ആരും കാണിക്കില്ലല്ലോ. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം. പിണങ്ങല്ലേടാ, ഞാൻ ഓർമ്മിപ്പിച്ചതല്ലേ. അയ്യോ, സമയായി, ഞാൻ പോണു. നിക്ക് എങ്ങോട്ടാ? എന്താ വൈകണു? എന്താ? ഇന്നലെ കിട്ടിയത് പോരാ, ഒന്നുകൂടെ തരുമോ? മനസ്സിലായില്ല. എന്നാ നീ പൊയ്ക്കോ, എന്നെ നോക്കണ്ട. നീ വാ. ഇന്നൊരു ഉഗ്രൻ സമ്മാനം കിട്ടിയിട്ടുണ്ടടാ. അത് കിട്ടിയില്ല, പക്ഷേ വേറെ കുറെ കിട്ടിയിട്ടുണ്ട്. ക്ലോസപ്പില്. അപ്പം നമ്മുടെ പ്ലാൻ പോലെ നാളെ തന്നെ നടന്നിരിക്കണം. പറ്റിക്കോടാ. ഏതാടാ പെണ്ണ്? കാമുകിയോ അതോ ടൈം പാസോ? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഫോണിങ്ങിതാ. അത് വേണ്ട ചേട്ടാ, എന്റെ ഫോൺ ഇവരിത് ഇന്നലെ തുടങ്ങിയതല്ല. കൊച്ചു സുന്ദരി തന്നെ അല്ലേ? മര്യാദയ്ക്ക് എന്റെ ഫോൺ ആയിരുന്നു നല്ലത്. ചേട്ടാ കളിക്കല്ലേ, എന്റെ ഫോൺ തന്നെ. അതിൽ പലതും ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ? പ്ലീസ് ചേട്ടാ, എന്റെ ഫോൺ ഇങ്ങതാ. പ്രശ്നമാടാ. എന്ത് പ്രശ്നം? നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ പോയിരിക്കും. എന്നാലും അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. ഞാനൊരാളെ വിളിക്കട്ടെ. ആ പറയടാ. നിതിൻ, ഞങ്ങളൊന്ന് തീരുമാനിച്ചു. നീ അവര് പറയുന്നത് പോലെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആകെ പ്രശ്നവും. നമ്മളെല്ലാവരും കുടുങ്ങും. കുഴപ്പാവൂടാ. വേറെ വഴിയില്ലല്ലോടാ.
ആ പറയടാ. ആ ഹേമ, നമുക്ക് നാളെ ഒരിടം വരെ പോണം. എങ്ങോട്ടാടാ? ഒരു സീരിയസ് മാറ്റർ ഉണ്ട്. എന്താ കാര്യം? നീ പറ്റില്ലെന്ന് പറയരുത്. നീ കാര്യം പറ. നീ നാളെ വീട്ടിൽ വരില്ലെന്ന് പറഞ്ഞു വരണം. അതൊന്നും അച്ഛൻ സമ്മതിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. നീ എന്തേലും നുണ പറഞ്ഞെത്തണം. ഓക്കേ? അച്ഛൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ ഇവിടെ? നീ വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ കിടന്ന് പിടയ്ക്കാതെ. ശരിക്കും എന്താ കാര്യം? നീ നടക്ക്. നിതിൻ, നീ പഠിക്കുകയാണോടെ? നിതിൻ, അവൻ പോയി അല്ലേക്കാ. ഇനിയിപ്പോൾ അവൻ വേണം, നമ്മൾ പോരെ. മോളിഞ്ഞ് വന്നേ. വാടി ഇവിടെ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്താടി ഇങ്ങനെ കിടന്ന് പറിക്കുന്നേ? നിനക്ക് അവന്റെ കൂടെ ചുറ്റിക്കറക്കാൻ നല്ല ധൈര്യമുണ്ടല്ലോ. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ? കണ്ടല്ലോ, നീ എത്ര അലറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതേ സ്ഥലം വേറെയാ. ഇതുപോലെ എത്രയെത്ര നിലവിളികൾ, അടക്കി ചിരികൾ, എത്രയെത്ര കിണുങ്ങലുകൾ ഒക്കെ കേട്ടതായി വീട്. അതുകൊണ്ട് ഒരുപാട് വിളച്ചിൽ വേണ്ട. ഹലോ, ഓ കിട്ടി. ഞങ്ങൾ മെരിക്കാനുള്ള ശ്രമത്തിലാണ്. മെരുങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ മെരുക്കും. നാളെ തന്നെ തന്നേക്കാം. നല്ല ഇളം പ്രായമാണ്, റേറ്റ് ഇത്തിരി കൂടും. പിന്നെ അന്നത്തെ പെണ്ണിന്റെ കഥയാവരുത്. ഞാൻ നിങ്ങൾക്ക് തന്ന് 4-ാം പക്കം കേട്ടതേ ആ പെണ്ണ് ചത്തൂന്നാ. പ്ലീസ് ചേട്ടാ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്നെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ വിടാട്ടോ. എന്താ ദാസാ, ഇവള് റെഡിയായോ? എവിടെ? നീ നോക്ക്, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. എനിക്ക് വാ. ഞങ്ങൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, ഇനി അതും വേണ്ടി വരും. എണീക്കടി. ദാസാ, നീ ചെന്ന് തിന്നാനും കുടിക്കാനും ഇത് വാങ്ങിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങളൊന്ന് പരിചയപ്പെടട്ടെ. പിന്നെ സിഗരറ്റ് മറക്കണ്ട. ഇക്ക, എനിക്കും ബോംബേക്കും വേണ്ട കേസാ ഇത്. ഒരുപാട് ആർത്തി കാണിച്ച്. നീ ചെല്ല്. പിടിക്കവളെ.
എനിക്കെന്റെ അമ്മയെ കാണണം. പറ്റില്ല, എനിക്കെന്റെ അമ്മയെ കാണണം. പറ്റില്ല പറ്റില്ല, എനിക്കെന്റെ അമ്മ ഇപ്പൊ തന്നെ കാണണം. ഞാൻ എപ്പ അമ്മയെ കാണണം പറഞ്ഞാലും ചേച്ചന് എന്ന് പറയും. പൊട്ടാനച്ഛൻ. താങ്ക്സ്. ആരാ? മനസ്സിലായില്ല. ഒരു വട്ടൻ. എനിക്ക് പറയാനുള്ളത് ഇയാളുടെ മെയിൽ ബോക്സിലുണ്ടോ? പ്ലീസ് ചെക്ക് ഇറ്റ്. കളിപ്പിക്കില്ലേ? ആരാന്ന് പറ. ഗിഫ്റ്റ് ഇഷ്ടമായോ? എനിക്ക് ഇയാളെ ഇഷ്ടം. ഹേമയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ബട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എസ് ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. നിനക്കൊണ്ടൊരു ഗിഫ്റ്റ്. ഹായ് ഫോൺ. ഇറങ്ങ ചരിഞ്ഞിരിക്കാതെ നേരെ ഇരിക്കും. ആരും കാണോ? പോം. വിട്ടോ വിട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛാ.
എന്താ അത്? ഹായ്. സോറി ഹേമ, സോറി. വരൂ. ഹേമ, സത്യത്തിൽ ഞങ്ങൾ ഗുണ്ടകളൊന്നും അല്ല, പോലീസിലെ വിജിലൻസിന്നാ. ഞാൻ ദാസൻ. ഞാൻ ബഷീർ. എനിക്കിഷ്ടാ അവനെ. ക്ലാസ് കഴിഞ്ഞ് അവൻ അച്ഛനോട് വന്നെന്നെ ചോദിക്കാനിരിക്കുകയായിരുന്നു. ആർ യു ഷുവർ? അവൻ നിന്നെ ചതിച്ചാലോ? അവൻ ചതിക്കില്ല സാർ, അവൻ പാവാ. എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല സാർ. ഒരു കോളേജിലോ അതിനപ്പുറം ഒന്നുമില്ല. ഇഷ്ടമാണ്, പക്ഷെ കല്യാണം അതൊന്നും നടക്കില്ല. ഞങ്ങളുടെ സ്റ്റാറ്റസിന് അവരൊരിക്കലും ചേരില്ല. അച്ഛനതിന് സമ്മതിക്കുകയില്ല. 2 മാസം കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകും. അപ്പൊ നീ ആ പെണ്ണെ ചേർത്ത് ഫോട്ടോ എടുത്തോ? സത്യം പറ, അതെന്തിനാ? അത് സത്യം പറഞ്ഞോ നായന്റെ മോനെ, ഇല്ലെങ്കിൽ നീ എന്ത് വീട് കാണില്ല. കഴിഞ്ഞ മാസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു അടിച്ചുപൊളി ട്രിപ്പ് പോയിരുന്നു. എല്ലാരും നല്ല മൂഡിലായിരിക്കും അല്ലടാ? പറ. അതെ ചേട്ടാ, പക്ഷെ അവിടെ വെച്ച് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാർ ഞങ്ങളുടെ കാർ തട്ടി കൊക്കയിലേക്ക് മറിഞ്ഞു. കല്യാണ ആവശ്യത്തിന് ഗോൾഡ് പർച്ചേസ് കഴിഞ്ഞ് വരുന്നവരുടെ കാറായിരുന്നു അത്. അവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഭയങ്കര വഴക്കായി. വീട്ടിലെറിഞ്ഞാലോ പോലീസ് കേസായാലോ ഞങ്ങളുടെ ലൈഫ് സ്പോയിലാവും. കരഞ്ഞ് കാല് പിടിച്ചപ്പോഴാണ് 1 മാസത്തെ അവധി തന്നത്. അത് ഞങ്ങളിൽ ചിലരുടെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ച്. ഒരു ദയയില്ലാതെയാണ് അവർ ഞങ്ങളോട് പെരുമാറിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് വഴി ഒരു ചേട്ടൻ ഞങ്ങളെ സഹായിക്കാമെന്നേറ്റത്. അയാൾക്ക് പല വെബ്സൈറ്റുകളിലും കണക്ഷൻ ഉണ്ടത്ര. കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ കൊടുത്താൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാമെന്ന് അയാൾ പറഞ്ഞു. നിങ്ങൾക്കിതല്ലാതെ വേറെ വഴിയില്ല. എന്തു പറയുന്നു? രക്ഷപ്പെടണോ? ഞാൻ പറഞ്ഞതനുസരിക്കണം. പിടിക്കപ്പെട്ടാലോ? പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പ് തന്നു. അതിന് ഞങ്ങളുടെ മുഖം വരാത്ത രീതിയിൽ ഷൂട്ട് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. പെട്ടെന്ന് ഇത്രയും പണം ഉണ്ടാക്കാൻ ഞങ്ങൾ വേറെ വഴിയൊന്നും കണ്ടില്ല. അനുസരിക്കേണ്ടി വന്നു. പണം ഞങ്ങൾ തന്നാൽ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യുമോ? പണം ഞങ്ങൾ തരാം. പറ. ചെയ്യാം. നിതിനെ, എന്തായാലും നീ ഇറങ്ങി. ഞങ്ങൾക്കും കൊതിയുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം ആ വീട്ടിൽ ഞങ്ങൾ. ഈ വിവരം പുറത്തറിയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താ വലിച്ച് കീറിക്കളയും ഞങ്ങൾ. പോയിക്കോ. അച്ഛനോടും മോളോടും ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ഹേമയ്ക്കറിയാമോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനങ്ങളിൽ ഏറിയ പങ്കും പ്രേമവും തുടർന്നുണ്ടാകുന്ന സാഹസങ്ങളും മൂലമാണ്. പ്രേമിക്കുന്ന സമയത്ത് നിങ്ങൾ പെൺകുട്ടികൾ കാമുകൻ എങ്ങോട്ട് വിളിച്ചാലും കൂടെ ചെല്ലും. നിന്നെ വിവാഹം കഴിച്ചോളാം എന്നുള്ള വാക്കിൽ നിങ്ങൾ സ്വയം മറന്നു പോകുന്നു. പിന്നീട് പലപ്പോഴായി പലർക്കും മനസ്സിലാകുമ്പോഴേക്കും തിരിച്ചു കയറാൻ പറ്റാത്ത കുഴിയിലായിരിക്കും നിങ്ങൾ.
ക്ഷമിക്കണം, ഇങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതിന്. അവനൊരു അപകടകാരിയാണെന്ന് തോന്നി. ഒന്ന് കുടഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒരു ഷോക്ക് നൽകണമെന്ന് തോന്നി. വെറുമൊരു നാടകം, അതല്പം ക്രൂരമാണെന്നറിയാം. പക്ഷേ ഈ നാടകം ഹേമയ്ക്ക് വേണ്ടിയല്ല, ഇതുപോലുള്ള ലക്ഷക്കണക്കിന് സഹോദരിമാർക്ക് വേണ്ടിയാണ്. പൊതുസ്ഥലങ്ങളിലെ പ്രേമപ്രകടനങ്ങൾ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവ് നൽകാനാണ്. ഇന്ന് ഞങ്ങൾക്ക് ഹേമയെ രക്ഷിക്കാനായി. പക്ഷേ ഈ നിമിഷം തന്നെ കേരളത്തിൽ അനേകം ഹേമമാർ നിതിന്മാരുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ നിതിനും കൂട്ടരും പോലീസ് പിടിയിലായി. ഓരോ നിതിന്മാർക്കും പറയുവാൻ ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വഞ്ചിക്കപ്പെടുന്നത് പാവം ഹേമമാരും യഥാർത്ഥ പ്രണയവുമാണ്.